ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷമാണ് 8-ാം അധ്യായം 52-ാമത്തെ വാക്യം. കർത്താവ് കരയുന്നവരോട് പറയുന്ന ഒരു വാക്കാണ്, കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ. നമ്മുടെ ജീവിതത്തിൽ ഈ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പലതും ഇതുപോലെയാണ്. മരിച്ചൊരവസ്ഥയാണ്, ജീവനില്ലാത്ത അവസ്ഥ. വിദ്യാഭ്യാസം ചെയ്തിട്ടും ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ഒരുപാട് പണം ചിലവഴിച്ചാണ് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചത്. ഒരുപാട് പണം ചിലവഴിച്ചൊരു വീട് ആഗ്രഹിച്ച് വെക്കാൻ നോക്കി, പകുതി കൊണ്ടൊന്നും പണി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു. ബാങ്കിൽ നിന്ന് കടമെടുത്തതിൻ്റെ കടങ്ങൾ വേറെ, വാർദ്ധക്യമായ ക്ഷീണങ്ങൾ, പ്രവാസ ജീവിതം നയിച്ചിട്ട് വന്ന് പലതും സ്വപ്നം കണ്ടു, പക്ഷേ പലതിനും മുന്നേറാൻ കഴിയാതെ വണ്ണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. പിന്നെ പല വിഷയത്തിൽ കരയുന്നവരല്ലേ നമ്മളെല്ലാവരും. എങ്കിൽ കർത്താവ് പറയാണ്, കരയണ്ട. സംഗതി നിൻ്റെ പ്രാർത്ഥനാ വിഷയം മരിച്ചിട്ടില്ല. നിങ്ങളുടെ ഭവനത്തിൻ്റെ പണി അത് പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. പഠിച്ച ജോലി പൂർണ്ണമായിട്ടും കിട്ടാതിരിക്കത്തില്ല, ലഭിക്കും. നിങ്ങളുടെ എന്ത് വിഷയത്തിനും പരിഹാരമുണ്ട്, വിടുതലുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. ഈ വാക്യത്തിലൂടെ ദൂത് നമുക്ക് തരുന്ന ദൂത് ഇതാണ്: എല്ലാ വിഷയത്തിനും വിടുതലുണ്ട്. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവിൻ്റെ വാക്ക് പ്രയോജനമുള്ളതാണ്, അത് ജീവിപ്പിക്കുന്നതാണ്, അത് ശക്തീകരിക്കുന്നതാണ്. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നെങ്കിൽ, പള്ളിപ്രമാണിയുടെ മകൾ ജീവിച്ചതുപോലെ കർത്താവ് വന്ന് പറയുന്നുണ്ട്, ബാലയെ എഴുന്നേൽക്ക, അവളുടെ ആത്മാവ് മടങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ആലോചന മടങ്ങി വരവിൻ്റെ സമയമാണ്. എന്തൊക്കെയോ മടങ്ങി വരാൻ പോവുകയാണ്. ഫയലുകളുടെ കെട്ടഴിക്കാൻ പോവുകയാണ്. അതേ, ഗവൺമെൻറ്റിൻ്റെ നാടകൾ അഴിയപ്പെട്ട് നമുക്ക് അത് അനുവദിക്കേണ്ട നന്മകൾ അനുവദിച്ച് ഒപ്പിടേണ്ടടുത്ത ഉത്തരവാദിത്തപ്പെട്ടവർ ഒപ്പിട്ട് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും സൗഖ്യവും ആരോഗ്യവും ഒക്കെ തരുന്ന ഒരു ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുന്നു. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.